ഇന്ന് ബ്ലൂബെറി പറിക്കാൻ വന്നേക്കുവാണ്. ഇപ്പോൾ ജൂലൈ മാസം ആയതുകൊണ്ട് കാട് ഫുള്ള് ബ്ലൂബെറി ഉണ്ടായി നിൽക്കുവാണ്. ഇപ്പൊ പറിച്ചാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും പറിച്ച് തീർന്നു പോകും. ഞങ്ങൾക്കിപ്പോൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് ബ്ലൂബെറി പറിക്കലാണ് പണി. വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കാട്. ഇവിടെ പിന്നെ എല്ലാ സ്ഥലത്തും കാടായതുകൊണ്ട് എവിടെ പോയാലും കിട്ടും. ഇതാണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ജിമ്മ്. ഇവിടെ ഇങ്ങനെ കുറെ ഔട്ട്ഡോർ ജിമ്മുകൾ സർവ്വസാധാരണമാണ്. എല്ലാ പാർക്കിന്റെ അടുത്ത് ജിമ്മുകൾ ഉണ്ടാവും. അങ്ങനെ ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറെ എക്യുപ്മെന്റ്സ് അവിടെ ഉണ്ടാവും. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ വരാറുണ്ട്. നമ്മളും ഇവിടെ തന്നെയാണ് വരാറ്. എനിക്ക് തോന്നുമ്പോഴേക്കേ വരാറുള്ളൂ. ജിക്കൂപ്പൻ എല്ലാ ദിവസവും വരാറുണ്ട്. നമ്മളിപ്പോ കാടിന്റെ ഉള്ളിലേക്ക് കയറി. കാര്യം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കാടിന്റെ ഉള്ളിൽ കൂടെ ഉണ്ടെങ്കിലും അതിൽ കൂടെ പോയാൽ ബ്ലൂബെറി പറിക്കാൻ പറ്റില്ല. കുറച്ച് ഉള്ളിലോട്ടൊക്കെ കയറിയാലാണ് ബ്ലൂബെറി ഉണ്ടാവുള്ളൂ. പിന്നെ റോഡ് സൈഡിൽ നിന്നൊന്നും നമ്മൾ പറിക്കാറുമില്ല. നമ്മള് ആദ്യമൊക്കെ കൈ കൊണ്ടാണ് പറിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കൈ കൊണ്ട് പറിക്കുന്നത് കുറെ അധ്വാനം ആവശ്യമുള്ള പണിയാണ്. ഒത്തിരി നേരം കുത്തിയിരുന്ന് പറിച്ചാലും കുറച്ചേ കിട്ടുള്ളൂ. കാരണം ഇത് തീരെ ചെറിയ സാധനമാണല്ലോ. ഓരോന്നോരോന്ന് ഉള്ളി പറിക്കാൻ വേണം. കാരണം പെട്ടെന്ന് ഇത് ഞെങ്ങിപ്പോവും. നമുക്ക് ഒറ്റയടിക്ക് പറിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇത് ബ്ലൂബെറി പിക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ചെടിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് അപ്പൊ ബ്ലൂബെറി ഇതിനകത്തിരിക്കും. ഇങ്ങനെയാണ് പറിക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് പറിക്കുമ്പോൾ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കാൻ ഒത്തിരി സമയം എടുക്കും. ഇതാകുമ്പോൾ നമ്മൾ ഒറ്റ വലിയിൽ തന്നെ കുറെ കിട്ടും. സമയം ലാഭിക്കാം. പക്ഷെ കൊതുകിന്റെ കടി കൊള്ളണം. നമ്മൾ ഈ കാടിന്റെ ഉള്ളിൽ നിറച്ച് കൊതുകാണ്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് കിട്ടും പെട്ടെന്ന്. ഇല്ലെങ്കിൽ ഇരുന്നിരുന്ന് ഓരോന്ന് പറിച്ചു കഴിയുമ്പോഴത്തേക്കും നല്ല സമയം എടുക്കും. അതെ, ബ്ലൂബെറി പറിക്കാൻ വേണ്ടി അത് ഓർമ്മയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ബാക്കി കൈ കൊണ്ട് പറിക്കാം. അവള് മെഷീനും കൊണ്ട് പറിക്കട്ടെ. കൈ കൊണ്ട് പറിക്കുമ്പോൾ എന്റെ ഗുണം എന്ന് വെച്ചാൽ ഈ ഇലയൊന്നും വരില്ല, ക്ലീൻ ചെയ്യേണ്ട വരില്ല. പൊട്ടി കഴിഞ്ഞപ്പോ ബ്ലഡ് പോലെ. ഇതിടാൻ വേണ്ടി ഒരു ചെറിയ പാത്രം കൊണ്ടുവന്നുണ്ട്. ഞാനിത് പറിക്കുന്നതിന്റെ ഇടയ്ക്ക് തിന്നുകയും ചെയ്യും കേട്ടോ. കടയിൽ നിന്ന് കിട്ടുന്നത് നല്ല വലിയ ബ്ലൂബെറിയാണ്. പക്ഷെ ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. കളറ് കാണിച്ചതായില്ലേ? നാവിന്റെ കളറായോ? നാവിന്റെ ഒരു ചെറിയ സൈഡില് കളറായി വന്നുണ്ട്. നല്ല കളറാവും ഇതിന്. നല്ല കറയാണ്. ഞാൻ അതുകൊണ്ടാണ് കറുപ്പൊക്കെ ഇട്ടിട്ട് വന്നത്. വെള്ളയൊക്കെ ഇട്ടാല് ഫുൾ കറ പിടിക്കും. ഇത് പക്ഷെ ഓരോന്നും അല്ലാണ്ട് തിന്നണ്ടേ? നീ ഒരു 3-4 പറിച്ചു ഒരുമിച്ച് പറിച്ചു കഴിയുമ്പോ തിന്നാൻ തോന്നും. എന്നൂരും പറിച്ചാലും കൊതി മാറൂല. നന്നായിട്ട് പഴുത്തത്. ഇനി വായിലേക്കിട്ടെ. ഇനി കാണിച്ചേ. ഇനി 3-4 പറിച്ചിടുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരുള്ളൂ. ഇപ്പൊ ഇവിടുത്തെ കാട് നിറച്ച ആൾക്കാരാണ് ബ്ലൂബെറി പറിക്കാൻ വേണ്ടി. ഇവിടെ ഓൾറെഡി കുറെ ആൾക്കാർ പറിച്ചിട്ട് പോയാണ്. ചിലതിന്റെയൊക്കെ ഇല കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മള് ബ്ലൂബെറി പറിക്കുന്നതിന്റെ ഇടയിൽ കണ്ടതാണ് ഒരു കിളിക്കുഞ്ഞാണ് കേട്ടോ ഇത്. അതെനിക്ക് തോന്നുന്നു കൂട്ടീന്ന് താഴെ വല്ലതും വീണതായിരിക്കും. അതിന്റെ അമ്മക്കിളിയാന്ന് തോന്നുന്നു. ഒരു കിളി മുകളിലും ഇരിപ്പുണ്ട്. എടുക്കണോ? എടുത്തിട്ട് നമുക്ക് പാറപ്പുറത്ത് വെക്കാം. ഞാൻ നിന്നെ എടുത്തോട്ടെ? രക്ഷിക്കാം, പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട. എന്ത് കിളിയാണെന്നത്? പാറപ്പുറത്ത് വെച്ച താഴെ ചാടിയാലോ? നമുക്ക് ഇതേ മരത്തിന്റെ അടുത്ത് വെക്കാം. കാണിച്ച്. എന്തോ ഒരു കുഞ്ഞിക്കിളി. എന്റെ അമ്മ ഇവിടെ എവിടെയോ ഉണ്ട്. എവിടെ വെക്കൂടാ? ഇവിടെ വെച്ചോടി. അപ്പൊ അതിന് കാണാനും പറ്റുമല്ലോ. ഇവിടെ വെക്കാം അല്ലേ? ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ, പാമ്പുണ്ടല്ലോ. ഇതിന്റെ കളറ് കണ്ടോ? ഇത് നമ്മുടെ മേത്തൊക്കെ ആയി കഴിഞ്ഞാല് ചുമന്നിരിക്കും. അത്രയ്ക്ക് കളറാണ് ഇതിന്. ഇവിടുത്തെ കാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ബ്ലൂബെറീസ് ആണ് കേട്ടോ. നമ്മൾ എവിടെ നോക്കിയാലും ബ്ലൂബെറി ആയിരിക്കും. അതേപോലെ തന്നെ വൈൽഡ് സ്ട്രോബെറീസും ബ്ലാക്ക് ബെറീസ് ഒക്കെ ഉണ്ട്. സ്ട്രോബെറീസ് കൂടുതലും റോഡ് സൈഡിൽ കൂടെയാണ് കാണാറ്. പക്ഷെ അതിൽ നിറച്ച് പൊടികളൊക്കെ ആയിരിക്കും. പിന്നെ തീരെ പൊടിയായിരിക്കും. നമ്മുടെ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. തീരെ ചെറിയ കുറച്ചേ ഉണ്ടാവുകയും ചെയ്യുള്ളൂ അത് സ്ട്രോബെറീസ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ സാധാ സ്ട്രോബെറിയുടെ തന്നെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്.
ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ സമ്മറിൽ നമുക്ക് ഡേ ടൈം ഭയങ്കര കൂടുതലായിരിക്കും. രാത്രി 12 മണി ആയാലും ആകാശത്ത് വെട്ടം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ നേരം വെളുക്കുകയും ചെയ്യും. ഒരു 3 മണിക്കൊക്കെ എണീറ്റാലും നേരം വെളുത്ത ഫീലാണ്. അതുകൊണ്ട് നമ്മൾ ബ്ലൈൻഡ്സോ ഐ മാസ്കോ ഒക്കെ ഇല്ലാണ്ട് ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ വിന്റർ ആവുമ്പോൾ നേരെ തിരിച്ചാണ്. എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഇരുട്ടാവും. ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇരുട്ടാവും. രാവിലെ 10 മണി ആയാലും വെട്ടം വരില്ല. അപ്പൊ ഉറങ്ങാൻ നല്ല സുഖമാണ്. എന്റെ പൊന്നമ്മ പറിക്കുന്നതിൽ ഫോക്കസ് ചെയ്ത് തിന്നാതിരിക്കുക. കണക്ക് പറയുന്നോടാ. വന്നിട്ട് അരമണിക്കൂറായി, എന്നിട്ട് ഇതുവരെ ആ ബക്കറ്റിൽ ഓർണം പോലും വീണിട്ടില്ല. ആ പ്ലക്കർ മെഷീനിൽ ഇരിപ്പുണ്ട്. എത്ര 2-3 അത് ബാക്കിയെല്ലാം നീ തിന്നില്ലേ? നീ തിന്നില്ലേ? അതിന് ഞാൻ വല്ലതും പറയുന്നുണ്ടോ? നമുക്ക് പറിച്ചിട്ട് പോണ്ടേ? നമ്മൾ ഇത്രയും പറിച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ കൊട്ടയിലേക്ക് മാറ്റാം. അവള് പറിച്ചത് അത്രയും, ഞാൻ പറിച്ചത് കൈ കൊണ്ട് പറിച്ചത് ഇത്രയും. പക്ഷെ കൈ കൊണ്ട് പറിക്കുമ്പോൾ നമുക്ക് നല്ലത് നോക്കി പറിച്ചെടുക്കാം, ഇലയൊന്നും ഇല്ലാതെ. ഇത് ഈ പറിക്കുമ്പോൾ കുറെ കക്കും കുറെ ഇലയൊക്കെ വരും. അതൊക്കെ വീട്ടിൽ പോയി തിരിഞ്ഞ് എടുക്കണം കേട്ടോ. ഏകദേശം 1 കിലോ ആയിക്കാണല്ലേ ഈ ബക്കറിന്റെ? ഏകദേശം അരയായി അല്ലേ? അറച്ചിട്ട് പോലെ. അതെ. ഓക്കെ, ബാക്കി തുടർന്നോളൂ. ഒരു രക്ഷയില്ലാത്ത കൊതുകാണത്. ഇന്നത്തെ പറക്കലൊക്കെ മതിയാക്കി നമ്മൾ പോവാണ്. നമുക്ക് ഇത്രയും കിട്ടി. അറിഞ്ഞു, കറക്റ്റ് അല്ലേ? ഏകദേശം ഒരു 3-4 കിലോ ഫുൾ കിട്ടിയിട്ടുണ്ട്. ബ്ലൂബെറി പറക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോവാണ്. ഈ വീട്ടിൽ ചെന്ന് ഇത് ഇലയൊക്കെ തിരിച്ച് കഴുകി നന്നാക്കി ഫ്രീസറിലെടുത്ത് വയ്ക്കണം. നമ്മൾ ബ്ലൂബെറി ഒക്കെ പറിച്ചുകൊണ്ട് വന്ന് പിന്നെ കുളിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയായി, 11:30. ഇത് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിനി അതിൻ്റെ പണിയൊക്കെ തുടങ്ങുവാണ്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കഴുകാം. കുറച്ച് ഇലയുണ്ട്. വീടിന് പറക്കി തിരിയാനൊരു നേരം എടുക്കും. ഇതിനകത്തിരിക്കുന്ന ഇലകളൊക്കെ മാറ്റി എടുക്കണം. ക്ലീൻ ആക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ മുകളിൽ കിടന്ന ഇലയൊക്കെ എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വാട്ടർ ഡ്രെയിൻ ചെയ്യണം. ഇത് പറിച്ചെടുക്കുന്നതിനേക്കാളും ചടങ്ങാണ് ഇത് ക്ലീൻ ചെയ്യൽ. കുറേ സമയം നിന്നിട്ടാണ് ഇത് ഇത്ര ആക്കിയെടുത്തത്. നമുക്ക് ഈ വെള്ളം കളയാം. ഇത് ഇത്രയും ലേറ്റ് ആയ സ്ഥിതിക്ക് നമുക്കിത് ഇങ്ങനെ വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ എടുത്തിട്ട് ഫ്രീസറിൽ വയ്ക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഇനി കവറിലിട്ട് മാറ്റാം. ഇന്നലെ പോയി പറിച്ചിട്ട് നമുക്ക് ഇത്രയും ബ്ലൂബെറി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം.